ഒറ്റമൂലികൾ ഇന്ന് പുരുഷ ലിംഗ പുഷ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതെല്ലാം ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു മുല്ലയില തൈലം ഈ ആവശ്യത്തിനെല്ലാമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഇവിടെ ചേർത്ത് പറയുന്നു. ഒന്നാമത്തെ മരുന്ന് പന്നി നെയ്യും തേനും ചേർത്ത് ലിംഗത്തിൽ ലേപനം ചെയ്യുക. 2 ചിത്തരത്ത പൊടിച്ച് എണ്ണയിൽ ചേർത്ത് രാത്രി കിടക്കുമ്പോൾ ലിംഗത്തിൽ പുരട്ടുക. 3 മുല്ലച്ചെടിയുടെ ഇല പിഴിഞ്ഞെടുത്ത നീരും വെളിച്ചെണ്ണയും ചേർത്ത മിശ്രിതം 2 ഔൺസ് എടുത്ത് അതിൽ 1 ടീസ്പൂൺ കടുകിട്ട് ചൂടാക്കുക. വെള്ളത്തിൻ്റെ അംശം വറ്റുന്നത് വരെ ചൂടാക്കണം. ഈ ലേപനം 2 മാസം, അതായത് 60 ദിവസം ദിവസേന പുരട്ടിയാൽ ഈ ജനനേന്ദ്രിയം കൂടുതൽ രക്തസഞ്ചാരമുള്ളതായും അതിൻ്റെ വലിപ്പക്കുറവുമെല്ലാം ഒരളവ് വരെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഈ മരുന്നാണ് നമ്മൾ ഉണ്ടാക്കി നൽകുന്നത്. 4 ചുക്ക് പൊടിച്ച് കഴുതയുടെ പാലിൽ തിളപ്പിച്ചെടുത്ത് രാത്രിയിൽ പുരട്ടി തടവുക. സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഇതും നല്ല തരത്തിൽ ബലം കിട്ടുവാൻ സഹായിക്കുന്നതാണ്. 5-മതൊരു മരുന്ന് ഗോതമ്പ് ആട്ടിൻപാലിൽ അരച്ച് ചൂടാക്കി ചെറു ചൂടോടെ തേക്കുക. ഇത് ഇതിനുണ്ടാകുന്ന ബലക്ഷയം പരിഹരിക്കുക മാത്രമല്ല, അതിനുള്ള വേദനകൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. വളരെ ലളിതമായ ഒരു പ്രയോഗമാണ്. 6-മതൊന്ന് തുളസി വിത്ത് പാലിൽ അരച്ച് ചേർത്ത് കുടിക്കുക. സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഇതും നല്ല തോതിൽ നമുക്ക് പുഷ്ടി നൽകുന്നതാണ്. 7 വെളുത്തുള്ളി അരച്ച് എണ്ണയിൽ ചേർത്ത് മൂപ്പിച്ച് പുരട്ടുക. ഒരൽപ്പം ദുർഗന്ധമുണ്ടാകും എന്നതൊഴിച്ചാൽ നല്ലൊരു പ്രയോഗമായി എളുപ്പത്തിൽ ചെയ്യാവുന്നതാണിത്. കറുകയില അതിൻ്റെ തൈലം നീരെടുത്ത് എണ്ണയിൽ കാച്ചിയെടുത്തുണ്ടാക്കുന്ന തൈലം പുരട്ടുന്നത് വളരെ വിശേഷകരമാണ്. അതേപോലെ നാഗതാളി എന്ന് പറയുന്ന ഒരു പച്ചില ഉണ്ട്. അത് അരച്ച് പുരട്ടിയാലും ഈ വലിപ്പം ഉണ്ടാകുവാൻ വളരെ നല്ലതാണ്. വൻകൊട്ട, വെള്ളത്തിന് മേലെ വളരുന്ന ഒരു തരം പായൽ ആണിത്, വൻകൊട്ട. ഇതിൻ്റെ കിഴങ്ങ് പറിച്ചെടുത്ത് അത് തൈലം കാച്ചിയും അരച്ച് പുരട്ടിയും അങ്ങനെ പലതരത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് അരച്ച് നേരിട്ട് പുരട്ടാം. ഇങ്ങനെ ചെയ്താലും ഇത് ഇരുമ്പ് പോലെ ബലമുള്ളതായി തീരും എന്നാണ് പറയുന്നത്. ഈ 10 പ്രയോഗങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള പ്രയോഗങ്ങൾ ചെയ്തു നോക്കാം. കൂടുതൽ അറിവുകളുമായി ഒറ്റമൂലിയുടെ അടുത്ത ഭാഗത്തിൽ വരാം. നമസ്തേ.